അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും. ഗ്യാലറി മുഴുവൻ എതിരാണല്ലോ മച്ചമ്പി. പറഞ്ഞു വന്നത് മറ്റാരെ കുറിച്ചല്ല കേട്ടോ, നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിലെ ദിയ കൃഷ്ണയെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അഹാന കൃഷ്ണകുമാറും ദിയ കൃഷ്ണകുമാറും എയറിലാണ്. അതിന് കാരണം ഇവരുടെ ബിസിനസ്സുകളാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്താണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ദിയ കൃഷ്ണകുമാറിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കുള്ള ഉപദേശമുണ്ട്. ആ ഉപദേശം നമുക്കൊന്ന് കേൾക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യാണ്ട് മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ഫാമിലിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അതെന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ അപ്പൊ നമ്മള് ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെയൊക്കെ വ്ളോഗിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യം ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. സോ ഇവർ ഈ പറഞ്ഞ അഭിപ്രായം എനിക്കുള്ളത് കേട്ടോ. നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകരുത്. ഞാൻ അങ്ങനെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത കേസുകെട്ടുകൾ വരുവാണെങ്കിൽ മാത്രമേ എനിക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. അതെൻ്റെ ഒരു നേച്ചറാണ്. മേ ബി നിങ്ങളുടെ ഒന്നും സ്വഭാവം അതേപോലെ ആയിരിക്കില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ ഭർത്താവിനെയും അയാളുടെ അമ്മയും അടുത്തിരുത്തി കല്യാണത്തിന്റെ ഷോപ്പിങ്ങിനിടയിൽ നിങ്ങൾ ചോദിച്ചത്, നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എത്ര രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് അറിയാമോ എന്നാണ്. സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു കുടുംബമായിരുന്നെങ്കിൽ ആ പണം നിങ്ങളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരെ. ചിലപ്പോൾ അവരുടെ അവസ്ഥയായിരിക്കും കാരണം. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ കയറി താണ്ഡവം നടത്താൻ കഴിയുന്ന ഒരു കുടുംബം തന്നെയായിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്. സ്വന്തം ഭർത്താവിനോട് പോലും അയാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഷോപ്പിങ്ങിന്റെയും അയാൾക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തു കൊടുത്തതിന്റെയും കണക്ക് പറയുന്ന നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, അല്പം പോലും ഉളുപ്പുണ്ടോ സ്വന്തം ഭർത്താവിനെ സകല നാട്ടുകാരുടെയും മുന്നിൽ ഇങ്ങനെ തൃണവൽക്കരിക്കാൻ? അതുകൊണ്ടാണ് പറയുന്നത്, ക്ലാസ് പണത്തിന് വാങ്ങാൻ കിട്ടില്ല, പണം ഉണ്ടായിട്ട് കാര്യമില്ല. ദിയ, നിങ്ങളെ വിമർശിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെയാണ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടിട്ടത്. അല്ലാതെ ഞങ്ങൾ ആരുമല്ല അവിടെ ക്യാമറയും കൊണ്ട് വന്ന് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടത്. നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗുകളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം നിങ്ങളെ അടിക്കാനുള്ള വടി നാട്ടുകാർക്ക് നിങ്ങൾ തന്നെ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഒരു വടി കിട്ടുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്? എടുത്തിട്ട് അടിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കാണാം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതേപോലെ ഇപ്പോൾ എന്നെ എന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ, നമുക്കിപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ മുകളിൽ സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്നൊക്കെ അടിച്ചിട്ടാൽ പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ളോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത് എനിക്ക് വീഡിയോ ഇട്ട് എനിക്ക് ഇതിനകത്ത് ഇവർ പറഞ്ഞത് കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്കൊരു ചാനൽ ഇഷ്ടമില്ലെങ്കിൽ ആ ഒരു ചാനൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ചാനൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാം. അതൊക്കെ ചെയ്ത് നമുക്ക് ഈ ചാനലുകൾ ഒഴിവാക്കി വിടാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെല്ലാവരും കരുതും ഈ ഫാമിലി വ്ലോഗിങ് നടത്തുന്ന ആളുകളെല്ലാം തന്നെ ഈ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നതെല്ലാം ജെനുവിനിറ്റി ഉള്ള കാര്യങ്ങളാണെന്ന്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പല ഫാമിലീസും നമ്മുടെ യൂട്യൂബ് ഫീഡിൽ വരുമ്പോൾ നല്ല അഭിനയം കാഴ്ചവെക്കും. അതിനുശേഷം അവരെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പരസ്പരം തമ്മിൽ തെറ്റി പിരിഞ്ഞ കഥകൾ വരെ. അതെല്ലാം ഒരു അഭിനയമായിരുന്നെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ഇവർക്ക് അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർ ജെന്യുവിനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സഹോദരി അഹാന കൃഷ്ണകുമാർ. അഹാനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത് ഈ ഒരു കൃഷ്ണകുമാർ ഫാമിലിയിലെ വലിയ പ്രശ്നക്കാരിയൊന്നും അല്ലാത്ത ഒരു വ്യക്തി, ഏതൊരു വിഷയത്തെയും പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി. അതായിരുന്നു അഹാന കൃഷ്ണകുമാറിന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജ്. പക്ഷേ
തൻവി എന്ന് പറയുന്ന സിന്ധു കൃഷ്ണകുമാറിന്റെ സഹോദരിയുടെ മകള് ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നു. തന്റെ അമ്മമ്മയെ നോക്കാണ്ട് കൃഷ്ണകുമാർ ഫാമിലി തയ്യാറാവുന്നില്ല, അതുകൊണ്ട് താൻ കാനഡയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് മടങ്ങി വരുന്നു. സോ തൻവിയുടെ ആ ഒരു വീഡിയോയ്ക്ക് മറുപടിയായിട്ട് വന്നത് കൃഷ്ണകുമാർ ഫാമിലിയിലെ അഹാന കൃഷ്ണകുമാറായിരുന്നു. അഹാനയുടെ 1.5 മണിക്കൂറുള്ള ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അഹാനയുടെ ഒരു വോയിസ് ചാറ്റ് പുറത്തേക്ക് വന്നു, സ്വന്തം അമ്മമ്മയെ എഡി എന്ന് വിളിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ അഹാനയൊക്കെ അഭിനയിക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അഭിനയിക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാണ് ഇവർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് സ്വന്തം ചേച്ചി അഭിനയിക്കുകയാണ് നാട്ടുകാരുടെ മുന്നിൽ എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞു വെക്കുന്നത്. എഡിറ്റ് ചെയ്ത് ഇപ്പം നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം, മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു മായാജാലം പിടിച്ചൊരു ലോകം, മനസ്സിലായി. അപ്പം നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയുക യൂട്യൂബേഴ്സും, നിങ്ങളിപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളെ ഇപ്പോൾ വന്നിട്ട് നിങ്ങളത് അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്തിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, മനസ്സിലായത്? നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവരെന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഈ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് പിന്നീട് ഉണ്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈ സെൽഫ്. ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ അതിനകത്തൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, ഇവരെ പറ്റിക്കാണ്ട് ഈസിയാണ്. 65 ലക്ഷം രൂപ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് സ്റ്റാഫുകൾ മുക്കിയിട്ട് ഇവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവരെ പറ്റിക്കാണ്ട് എന്തുമാത്രം എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2 തട്ടിലാണ് ആളുകൾ ഉള്ളത്. പക്ഷേ പോലീസ് കേസെടുത്തപ്പോൾ അതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ആ കേസെടുത്തത്. എന്തായാലും നമുക്ക് അതിനൊക്കെ യാഥാർത്ഥ്യം അധികം വൈകാതെ പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ബാക്കി കൂടെ നമുക്ക് കാണാം. പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയുക, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്, പക്ഷേ ഐ എം ജസ്റ്റ് ട്രൈങ് ടു make things clear or just give a closure to the people who just randomly coming in, ഈ കമൻറ്റ് ഇട്ടിങ്ങനെ മോശമായിട്ട്. ഇപ്പോൾ അശ്വിൻ്റെ ആയാലും എൻ്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ലൈക്ക് വെരി ഹാപ്പി. നമ്മൾ ഓമിക്കുട്ടനായാലും നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഹാപ്പിലി. ഓക്കെ, അപ്പം നമ്മുടെ ഫാമിലി ലൈഫിലായാലും ഇപ്പോൾ എൻ്റെ ഫാമിലിയിലായാലും അശ്വിൻ്റെ ഫാമിലിയിലായാലും ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയാണ്. ഈ വന്ന് കമൻറ്റ് ഇടുന്നവരാണ് അവർ കരഞ്ഞു ഇവർ കരഞ്ഞു, അവരെ മൈൻഡ് ചെയ്തില്ല ഇവരെ മൈൻഡിലെന്ന് പറഞ്ഞു. ഓഫ് ദ ക്യാമറ വി ആർ ഓൾ ഹാപ്പി. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു റിയൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് ഞാൻ ഇങ്ങനെ തന്നെയാണ്. കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്ക്. അത് ഏജിക്കുള്ള ഒരു കൊട്ടാണല്ലോ. അഹാനയാണ് റിയൽ ലൈഫിൽ മറ്റൊരു ക്യാരക്ടറും വീഡിയോയിൽ മറ്റൊരു ക്യാരക്ടറോട് അഭിനയിച്ച് തകർക്കുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അഹാനയ്ക്കുള്ള ഒരു നൈസ് കൊട്ടി അല്ലേ? അറിയാം, മനസ്സിലായില്ല? അപ്പോൾ എനിക്ക് അതുപോലെ ആവും ഇതുപോലെ ആവുമെന്ന് എൻ്റെ അടുത്ത് ദേവി ആരും പറയരുത്. പ്ലീസ് ഡോണ്ട് കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ഐ പേഴ്സണലി നോ മൈ സെൽഫ്. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ പണ്ടും ഇന്നും ഇനി എന്നും സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്നും ഐ വോണ്ട് ദിസ് എനർജി ടു ബി വിത്ത് മീ. അതേപോലെ തന്നെ ഇപ്പോൾ അഹാന ആയിക്കോട്ടെ, ഇഷാന ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, ഇവരെയൊക്കെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻ ബീങ്സ്. എല്ലാവർക്കും അവരുടേതായ ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. അതേപോലെ ഈ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് സൈഡ് ബാഡ് സൈഡ് ഉണ്ട്. ഈ കമൻറ്റ് ചെയ്ത് നമ്മൾ ഈ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വയം നമ്മൾ പോയിന്റ് ചെയ്യുക, ആം ഐ എ ഗുഡ് പേഴ്സൺ, ആം ഐ പെർഫെക്റ്റ്? ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അപ്പുറത്തെ ഒരാളെ തെറി പറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലായി? അപ്പം നമ്മളൊരു റോങ് കമൻറ്റ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ആം ഐ ബീങ് കൈൻഡ് ഇനഫ്? ഇസ് ദിസ് കമൻറ്റ് നെസസറി? ആം ഐ ഗെയിനിങ് എനിത്തിങ് ഗുഡ് ഔട്ട് ഓഫ് ഇറ്റ്? ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ലോകത്താരെയും തെറി വിളിക്കാനോ കുറ്റം പറയാനോ തോന്നത്തില്ല, മനസ്സിലായില്ലേ? ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ ജസ്റ്റ് ഡോണ്ട് വാച്ച് മൈ വ്ളോഗ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരായാലും എന്താ പറയുക, എൻ്റെ നല്ലത്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ വ്ളോഗിലൂടെ ആയാലും ചിലപ്പോൾ അറിയാതെ പോലും. നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിലുണ്ടായ ആ ഇഷ്യൂ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം, അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഈ നാട്ടിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും വീഡിയോ ചെയ്തത്. അതൊന്നും നിങ്ങൾ കണ്ടില്ലായിരുന്നു ദിയ? അതോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് മാത്രം നിങ്ങൾ കാണില്ല, നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നത് മാത്രം കാണും എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടാവാം.
എൻ്റെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നവരെയാണ് എനിക്ക് ആക്ച്വലി അറിയേണ്ടത്. അതെന്താ ആരും ചെയ്യാത്തതെന്നാണ് അറിയാത്തത്. ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൾവേസ് നെഗറ്റീവ്. നോ, ക്യാൻ ബി പോസിറ്റീവ് ഓൾസോ. ഐ നോ നെഗറ്റിവിറ്റിക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്നു, വ്യൂ കിട്ടുന്നു. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതേ ഉള്ളൊരു വഴി, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്നെ പറ്റി എന്നല്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാൻ പറ്റുമോ അവരുടെ ലൈഫിൽ, എന്നാൽ അവരെ പറ്റി ഒരു പോസിറ്റീവ് റിയാക്റ്റീവ് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു, റൈറ്റ്? വൈ ബി സോ റൂഡ്? നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചെയ്ത ഒറ്റ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലായോ? നിങ്ങളെക്കുറിച്ച് ധാരാളം പോസിറ്റീവ് വീഡിയോസ് ആളുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ചെയ്തത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈ ബി സോ ക്രൂവൽ? നമ്മുടെ ലോകം ഇപ്പം അങ്ങനെ ആയി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. അത് ആരായാലും എന്തായാലും, ഒരു ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും, നമ്മളെ അവർ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ ഡോണ്ട് കമൻറ്റ് എനിത്തിങ്. മനസ്സിലായില്ലേ? നല്ലത് കമൻറ്റ് ചെയ്യണമെന്നില്ല. ആരുടെയും ഒന്നിൻ്റെ അടിയിൽ നിങ്ങൾ നല്ലത് കമൻറ്റ്, ബിക്കോസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷേ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാമെങ്കിൽ നല്ലതും കൊടുക്കാമല്ലോ. അത്ര ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? മേഡം ഈ പറഞ്ഞത് ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു കമന്റ് ബോക്സിനകത്ത് വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് അവർക്കാർക്കും നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടല്ല അവർ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത്. നെഗറ്റീവാണ്, പോസിറ്റീവാണ്. അവർക്ക് അവരുടെ അഭിപ്രായം വന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് അവർ കമന്റ് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് തോന്നി, ഞങ്ങൾക്കൊരു ചാനലുണ്ട്, ഞങ്ങളത് റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിൽ ചെയ്യുന്നു. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഞങ്ങൾക്കാർക്കും നിങ്ങൾ ക്യാഷ് തരത്തില്ല. നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനോ മോശം പറയാനോ. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾ ആരും ക്യാഷ് കൊടുക്കുന്നില്ല. നിങ്ങളെ പൊക്കി പറയാനും നിങ്ങളെ ഇകഴ്ത്തി പറയാനും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ നിങ്ങളെ അടിക്കാനുള്ള വടി നിങ്ങൾ തന്നെയാണ് കൊണ്ട് പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ആരുമല്ല കൊണ്ടിടുന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന വിവാദമാണെങ്കിൽ പോലും ഞങ്ങൾ ആരും അല്ലല്ലോ 4000 രൂപയുടെ സാരി 7499 രൂപയ്ക്ക് വിറ്റത്, 316 രൂപയുടെ ഇമിറ്റേറ്റഡ് ഗോൾഡ് 2000 രൂപയ്ക്ക് വിറ്റത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകൾ പ്രതികരിക്കും, അത് സ്വാഭാവികം. ഓക്കെ എന്നാ ബൈ.